ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റ് എക്സാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം കാറ്ററ്റിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് കാരണം കാറ്ററ്റിന്റെ ഓവറോൾ വിജയ ശതമാനം കൂടുതലായിരുന്നു. അതിൻ്റെ രണ്ട് റീസൺസ് ഉണ്ടാവും. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടീച്ചേഴ്സ് ആണ് കൂടുതൽ എഴുതിയത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ എഫർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ട് കാറ്ററ്റിന്റെ ഓവറോൾ വിജയ ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിരുന്നു. ഓക്കെ, എനിവേസ് നമ്മൾ ഹിന്ദിയുടെ കാര്യം വരുവാണെങ്കിൽ എന്താണ്, ഒത്തിരി പേർക്ക് കാറ്ററ്റ് ഇപ്രാവശ്യം കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കാറ്ററ്റിന്റെ റിസൾട്ട് വന്നു. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് കാറ്ററ്റിന്റെ വെരിഫിക്കേഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ കുറച്ച് പോയിന്റ്സ് പറയുകയാണെങ്കിൽ കാറ്ററ്റിന്റെ അടുത്ത് ഇതുവരെയുള്ള എന്താണ് നമുക്ക് സൈറ്റിലൂടെ കിട്ടി. ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് DOE വഴിയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. അതായത് ഏത് DO ഓഫീസിലാണ് അണ്ടറിലാണ് നിങ്ങൾ എക്സാം എഴുതിയത് അവർ പറയും ഇന്ന ഡേറ്റിൽ നമ്മൾ കാറ്ററ്റ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് പത്രത്തിൽ ന്യൂസ് പേപ്പറിലാണ് മെയിനായിട്ട് വരിക. ഒരു പരസ്യം കൊടുക്കുക. ഇനി ചെറുതായിട്ടൊരു കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ടാകും കാറ്ററ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാറ്ററ്റ് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ കാറ്ററ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ സർട്ടിഫിക്കറ്റുകളുടെ ഒരു കോപ്പി കൂടി കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് വരുവാണെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പം ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നമ്മുടെ വെരിഫിക്കേഷൻ കുറച്ചായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത കാറ്ററ്റിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനും കൂടി വരും. ഓക്കെ, കാരണം ഈ എന്താണ് ഈ ഒരു കാറ്ററ്റ് കൂടി വരാനുണ്ട്. ഈ ജൂലൈയിലോട് കൂടി ഒരു കാറ്ററ്റ് കൂടി എക്സാം കൂടി നടക്കും. ഓക്കെ, എനിവേസ് ഇത്രയൊക്കെയാണ് ഉള്ള മെയിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇനി നമ്മൾ ക്ലാസ് ഇതിനിടയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്കൂളിൻ്റെയും കൂടി ചെയ്യാമെന്നൊക്കെ ഓർത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമൻറ്റാണ്, ചന്ദ്രശാസ്ത്രൻ്റെ വീഡിയോ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്കിലൂടെ കൂടി വീഡിയോ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, കാറ്ററ്റ് 4 ഉണ്ടെങ്കിൽ UP അപ്ലൈ രണ്ടാവശ്യമുണ്ടോ? കാറ്ററ്റ് 4 ഉണ്ടെങ്കിൽ UP അപ്ലൈ. ഓക്കെ, കാറ്ററ്റ് 4 ഉണ്ടെങ്കിൽ UP അപ്ലൈ ചെയ്യാവോ എന്നായിരിക്കും ജോലിക്ക് വേണ്ടി. ഓക്കെ, അപ്പം കാറ്ററ്റ് 4 ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻലി നിങ്ങൾ ഹിന്ദി ആകുമ്പോൾ എന്താണ് കാറ്ററ്റ് 4ഉം കാറ്ററ്റ് 3ഉം ആണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. കാറ്ററ്റ് 4 എന്ന് പറയുന്നത് UPയിലേക്ക് വേണ്ടിയുള്ളതും കാറ്ററ്റ് 3 എന്ന് പറയുന്നത് ഹൈസ്കൂളിലേക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ കാറ്ററ്റ് 4 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UPയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, പോസ്റ്റ് വേക്കൻറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മെയിൻലി നമ്മൾ ഹിന്ദിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി വേക്കൻസികളുണ്ട് പലയിടത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ നോക്കുക. കാറ്ററ്റ് ജയിക്കാൻ വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ ഓക്കെ, അപ്പോൾ എന്താണ് കാറ്ററ്റ് ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് കുറച്ച് ടൈം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് PYQs ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു അതിൻ്റെ എക്സാമിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കാറ്ററ്റ് ഹിന്ദി കാറ്റഗറി 4 പാസ്സായി. ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്തത് ഓക്കെ, കാറ്ററ്റ് മാത്രം ഉണ്ടെങ്കിൽ ഡെയിലി വേജസ് പോകാൻ പറ്റുമോ UPയിൽ? ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ കാറ്ററ്റ് 4 ഉണ്ടെങ്കിൽ നിങ്ങൾ PSC എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ UPയിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടും. കാറ്ററ്റ് മാത്രം ഉണ്ടെങ്കിൽ ഡെയിലി വേജസ് പോകാൻ പറ്റും. ഓക്കെ, കാറ്ററ്റ് 4 മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഡെയിലി വേജ് UPയിൽ പോകാനായിട്ട് സാധിക്കും. പക്ഷെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം കാറ്ററ്റ് 4 ഉള്ളവർ ഒത്തിരി വരികയാണ്. ഓക്കെ, ഒരു ഇൻ്റർവ്യൂ നടത്തി കാറ്ററ്റ് 4 ഉള്ളവർ ഒത്തിരി വരുവാണെങ്കിൽ ആ ഹയർ ക്വാളിഫിക്കേഷൻ അതിൽ ആർക്കാണുള്ള അവർക്കായിരിക്കും ചാൻസ് കൂടുതൽ. ഓക്കെ, അതായത് ഒരാൾ കാറ്ററ്റ് 4ഉം കാറ്ററ്റ് 3ഉം ഉണ്ടെങ്കിൽ ആ 3 ഉള്ള ആൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും. അല്ലെങ്കിൽ ഇപ്പം എന്താണ് നിങ്ങളിപ്പം ഡിഗ്രിയും കാറ്ററ്റ് 4ഉം ഉള്ളു, വേറെ ആൾ വന്നിരിക്കുകയാണ് ഡിഗ്രി കാറ്ററ്റ് 4 വിത്ത് PG ഉണ്ടെങ്കിൽ അയാൾക്കായിരിക്കും മിക്കവാറും ജോലി കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ. ഓക്കെ, ആ കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. പക്ഷെ നമുക്ക് എന്താണ് ഡെയിലി വേജസിന് ഒത്തിരി ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഹിന്ദിക്ക് ടീച്ചർ വേക്കൻസീസ് ഇഷ്ടം പോലെയുള്ള ടൈമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കോട്ടയം ഏരിയ ഒക്കെ നോക്കുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് ഡെയിലി വേജ് ആയിട്ടൊക്കെ ജോലി കിട്ടാൻ എളുപ്പമാണ്.
ഓക്കെ, അടുത്താണ് സർ കാറ്റഡ് ടു ബികോം TTC വെരിഫിക്കേഷൻ ടൈമിൽ ബികോം ആയതുകൊണ്ട് റിജക്റ്റ് ആകുന്നു. ഓക്കെ, ബികോം ഉള്ളവർക്ക് കാറ്റഗറി 2 എഴുതാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുതാൻ പറ്റും. ഓക്കെ, TTC വെരിഫിക്കേഷൻ. ഓക്കെ, ബികോം ഉള്ളവർക്ക് കാറ്റഗറി 2 എഴുതാം. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇതുണ്ടോ എന്ന് എനിക്ക് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ എഴുതാമെന്ന് തന്നെയാണ് എനിക്ക് മീൻസ് വെരിഫൈ ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെയുള്ള JLT ഹിന്ദി ക്ലാസ് ആണ്. നമുക്ക് നോക്കാം, ഓരോരോ വീഡിയോസ് ഇതുപോലെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, മിക്കവാറും ഇനി ഈ ഒരു രീതിയിൽ വീഡിയോസ് ചെയ്യാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത കാറ്റഗറി നോട്ടിഫിക്കേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിപ്പോൾ എന്താണ്, ഈ വെരിഫിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് സൈറ്റിൽ കിട്ടുമായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ സൈറ്റ് വഴിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കാറ്റഡ് റിസൾട്ടോട് കൂടി തീരുവാണ്. പിന്നെ നടക്കുന്ന വെരിഫിക്കേഷൻ നമ്മൾ DOയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് അതൊരു വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുമായിരിക്കും അടുത്ത കാറ്റഗറിനുള്ള. കാരണം ഒരു വർഷത്തിൽ നമ്മൾ 2 കാറ്റഗറി എക്സാം നടത്തണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ, ബൈ.